27 ദിവസമെടുത്താണ് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ ചുറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ മാസത്തിൽ ഒരു ചന്ദ്രഗ്രഹണവും ഒരു സൂര്യഗ്രഹണവും നടക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അതായത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന പാത ഭൂമി സൂര്യനെ ചുറ്റുന്ന പാതയുമായി ഒരേ തലത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രന്റെ ഭ്രമണപഥം ഏകദേശം 5 ഡിഗ്രി ചരിഞ്ഞാണ് നിലകൊള്ളുന്നത്. ഈ ചരിവില്ലായിരുന്നെങ്കിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരികയും മാസത്തിൽ ഒരു ചന്ദ്രഗ്രഹണവും ഒരു സൂര്യഗ്രഹണവും നടക്കുന്നത് നമുക്ക് കാണാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഈ 5 ഡിഗ്രി ചെരിവ് കാരണം മിക്ക മാസങ്ങളിലും ചന്ദ്രൻ ഭൂമിയുടെ നിഴലിന് അല്പം മുകളിലൂടെയോ അടിയിലൂടെയോ കടന്നുപോകുന്നു. അതിനാൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നില്ല. അതുകൊണ്ട് ചന്ദ്രഗ്രഹണം നടക്കുന്നില്ല. അതുപോലെ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കാതെ അല്പം മുകളിലൂടെയോ അടിയിലൂടെയോ ബഹിരാകാശത്തേക്ക് പോകുന്നു. അപ്പോൾ സൂര്യഗ്രഹണവും നടക്കുന്നില്ല. പിന്നെ എപ്പോഴാണ് ഗ്രഹണം സംഭവിക്കുക? ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയുടെ ഭ്രമണപഥതലത്തെ മുറിച്ചുകടക്കുന്ന 2 ബിന്ദുക്കളുണ്ട്. ഈ ബിന്ദുക്കളെ നോഡുകളെന്ന് പറയുന്നു. ഗ്രഹണം നടക്കണമെങ്കിൽ ചന്ദ്രൻ ഈ നോഡുകളിലൊന്നിലോ അതിന്റെ തൊട്ടടുത്തോ ആയിരിക്കണം. ഭൂമി സൂര്യനെ ചുറ്റുന്ന പാതയും ഇതിനെ സ്വാധീനിക്കും. ഈ കാണുന്ന അവസ്ഥയിൽ ഒരു ഗ്രഹണം സാധ്യമല്ല. എന്നാൽ ഭൂമി കറങ്ങി ഇവിടെ എത്തുമ്പോൾ ചന്ദ്രൻ നോഡുകളിലൂടെ കടന്നുപോകുകയും ഗ്രഹണം നടക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. പിന്നെയും കറങ്ങി ഇതേ സ്ഥാനത്തിന്റെ എതിർവശത്തെത്തുമ്പോൾ വീണ്ടും ഗ്രഹണം നടക്കുന്നു. ഗ്രഹണങ്ങൾ നടക്കാൻ ചന്ദ്രൻ കൃത്യം നോഡുകളിലെത്തേണ്ട കാര്യമില്ല. നോഡിൽ നിന്ന് 17 ഡിഗ്രി അകലെ വരെ എത്തിയാലും ഗ്രഹണങ്ങൾ നടക്കും. ചന്ദ്രന്റെ പരിക്രമണ പാതയിലെ ചെരിവാണ് എല്ലാ മാസവും ഗ്രഹണം നടക്കാത്തതിന്റെ കാരണം. വർഷത്തിൽ 2 മുതൽ 5 വരെ ഗ്രഹണങ്ങൾ മാത്രമേ സാധാരണയായി സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് ഇത്തരം അപൂർവ സംഭവങ്ങൾ മനുഷ്യർ കൗതുകത്തോടെ നിരീക്ഷിക്കാറുണ്ട്.